ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദർഹാകാലം 3-ാം ഞായറാഴ്ചയായ ഇന്ന് വചന വിചിന്തനത്തിനായി 4 വായനകളാണുള്ളത്. ഒന്നാമത്തെ വായന സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 11 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. നാം ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ കർത്താവിൻ്റെ പരിപാലനയുടെ കരങ്ങൾ കൂടെയുണ്ട്. എത്ര കഷ്ടപ്പാടുകൾ വന്നാലും ദൈവത്തിൽ വിശ്വസിച്ച് ദൈവം നമ്മെ കാത്തുകൊള്ളും എന്നുള്ള ജീവിതത്തിൻ്റെ ബോധ്യം ഈ വചനഭാഗങ്ങളിലൂടെ നമുക്ക് നൽകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഒരുപാടുണ്ട്, എന്നാലും അത് ദൈവത്തിന് വിമോചനം നൽകുവാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഈ വചനഭാഗത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുക. രണ്ടാമത്തെ വായന ഏഷ്യാ പുസ്തകത്തിൽ നിന്നാണ്. അധ്യായം 45, 18-ാം വാക്യം മുതൽ 46, 4 വരെയുള്ള വാക്യമാണ്. ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കരങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇതിന് ഉദാഹരണമായി മനോഹരമായൊരു വചനഭാഗം ഏഷ്യായുടെ പുസ്തകം 46-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട്: നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള പ്രത്യാശയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു ബോധ്യമാണ് ഏഷ്യായുടെ പുസ്തകത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുക. മൂന്നാമത്തെ വായന ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 4-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല വിധത്തിലുള്ള അലച്ചിലുകൾ, വ്യഗ്രതകളൊക്കെയുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുവാൻ സമയമായി എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നൽകുന്ന വിശ്രമത്തിലേക്ക് അവൻ്റെ കൂടെ ആയിരിക്കുവാൻ കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഉദാഹരണമായി, പ്രത്യേകം ഞായറാഴ്ച ദിവസങ്ങളിൽ, കടപ്പെട്ട ദിവസങ്ങളിലും ദൈവത്തിനുമായി സമയം നാം കൊടുക്കുവാൻ തയ്യാറാണ്. ഞായറാഴ്ച കുർബാനയിൽ സജീവമായി പങ്കുചേരുവാൻ നാം തയ്യാറാണ്. ഇങ്ങനെയുള്ള ദൈവത്തിന് കൊടുക്കേണ്ട സമയം അത് ഏറ്റവും മനോഹരമായി കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ചിന്തകളാണ് 3-ാം വായനയിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുക. ഏറ്റവും അവസാനത്തെ വായന, ആദ്യ 3 വായനകളും ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള പ്രതീക്ഷയും ദൈവത്തിൻ്റെ കൂടെ നാം ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകാവുന്ന പ്രത്യാശയും ഉദ്ബോധിപ്പിക്കുന്നു. 4-ാമത്തെ വായന സുവിശേഷത്തിൽ നിന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇതാ, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദൈവം മനുഷ്യനായി വന്നു പിറന്നു. യോഹന്നാൻ ശ്ലീഹ സാക്ഷ്യപ്പെടുത്തുകയാണ്, സംലഭ്യമാകുന്ന സാന്നിധ്യമായ ദൈവം, നമ്മുടെ കൂടെയുള്ള ദൈവം, നമ്മെ കാത്തുപരിപാലിക്കുമുള്ള ദൈവം, നമ്മുടെ രക്ഷകനായ ദൈവം, ആ ദൈവത്തിൽ വിശ്വസിച്ച് പ്രത്യാശയുടെ തീർത്ഥാടകരായി നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.